നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം, ആ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 2 ആണ്ടാവുകയാണ്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഒരു 5000 റോക്കറ്റുകൾ ഒന്നിച്ച് ഹമാസ് തൊടുത്ത് ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ട് തുടങ്ങിയ ഒരു വല്ലാത്ത യുദ്ധം. എനിക്ക് തോന്നുന്നു മനുഷ്യരാശി എത്രത്തോളം നടുക്കിയ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ അത്തരത്തിലുള്ളൊരു വലിയ യുദ്ധത്തിന് പരിസമാപ്തിയാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തേന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ അന്ത്യശാസനം അവസാനിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സമയം ഇന്ന് വെളുപ്പാങ്കാലത്ത് പുലർച്ചെ 3:30 അന്ത്യശാസനം അവസാനിക്കുന്നത്. ഹമാസ് ഈ 20 ദിന സമാധാന കരാറിൽ ആ ഉടമ്പടി ഒപ്പുവയ്ക്കേണ്ട സമയമൊക്കെ. എന്തായാലും ഞാൻ ഉദ്ദേശിക്കത്രേ ഉള്ളൂ, അവിടെ ഒരു സമാധാനം ഉണ്ടാകുമോ, ഒരു സമാധാന പുലരി ഗാസയിൽ ഉണ്ടാകും എന്ത് തോന്നുന്നു? അല്ല, സമാധാനം എന്താ പറയുക, അത്യന്താപേക്ഷിതമാണ്. സമാധാനം തീർച്ചയായും ഉണ്ടാവും. ഉണ്ടാവാതെ നിൽക്കാൻ പറ്റില്ല. നേരത്തെ പോലെ ഹമാസ് പണ്ട് പറഞ്ഞതുപോലെ ഞങ്ങൾ അത് ചെയ്യുമെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടോട്ടലി ആംസും ആയുധങ്ങളും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞ അസ്ത്രങ്ങളൊക്കെ പോയി, ഒന്നുമില്ലാതെ നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പിടിപൊളി കിട്ടിയാലും അഭിമാനം പണയം വെക്കാത്ത രീതിയിൽ ഒരു എസ്കേപ്പ്, ഒരു വേ ഔട്ട്, അതാണ് ഹമാസ് ഉദ്ദേശിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ടോപ്പ് ലീഡർഷിപ്പ് ഒന്നും ഇല്ലല്ലോ. ബൽഖയും ഖലിദ് മെഷലും അടങ്ങിയ ലീഡർഷിപ്പ് മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ. മെയിൻ പുറത്തറിയുന്ന ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷന് പുറത്തറിയുന്ന ലീഡർഷിപ്പ് ആയിരിക്കണമെന്നില്ല ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്നത്. വേറെ പല ആളുകൾ അതിൻ്റെ പുറകിലുണ്ടാവും. ആ ഓർഗനൈസേഷനകത്ത് ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പല ആളുകളും ഉണ്ടാവും. പുറത്ത് ലോകത്ത് കാണുന്ന പോലെയല്ല. പൊളിറ്റിക്കൽ പാർട്ടി അല്ലല്ലോ, അതൊരു മൂവ്മെൻ്റാണ്. പിന്നെ എന്ത് പറഞ്ഞാലും ഐഡിയോളജീനെ ഒന്നും കില്ല് ചെയ്യാൻ പറ്റില്ല. ഐഡിയോളജി എല്ലാ കാലത്തും നിലനിൽക്കും. പിന്നെ ഇസ്രായേലിൽ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് അതർ ഫെയ്ത്ത്, മറ്റ് റിലീജിയൻസിനെയും കൂടെ സ്കൂളുകളിലൊരു സിലബസ് ആക്കുമെന്ന് തോന്നുന്നു. അതും കൂടെ 20 ദിന പദ്ധതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്റർഫെയ്ത്ത് ഡയലോഗ്സ്. അത് കുറച്ച് നല്ല സാധനമായിരിക്കും ഭാവിയിൽ. അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെ ഇതിനെതിരെയായിരുന്നല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എല്ലാ ജൂതന്മാരും നമ്മുടെ ശത്രുക്കളാണ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ അറബിക് സ്കൂൾസും ഇസ്രായേലി ജൂയിഷ് സ്കൂൾസും ജൂയിഷ് സ്റ്റുഡൻസും അറബിക് സ്റ്റുഡൻസും എല്ലാം ഇന്റർമിക്സ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇസ്രായേലിൽ 20% മുസ്ലിം പോപ്പുലേഷൻ ഒരു കൺട്രി ഇസ്രായേൽ. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണയൊന്നുമില്ല. അവിടെ ജനങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിരവധി അപ്രൈസിങ്ങും സമരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഈ ഹോസ്റ്റേജിൽ ബന്ദികളുടെ കുടുംബങ്ങൾ തന്നെ, ഞാൻ നേരത്തെ ഇവിടെ തന്നെ പറഞ്ഞാണ്, ടെലവീവ് മുതൽ ജെറൂസലം വരെ 65 കിലോമീറ്റർ ദൂരം ലോങ് മാർച്ച് നടത്തിയിട്ടുണ്ട്. എത്രയോ 10,000 ആളുകൾ അണിനിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള പ്രകടനം നടന്നിട്ടുണ്ട്. അതൊക്കെ ഇസ്രായേൽ നടക്കും. കാരണം അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇതൊക്കെ എന്ത് പറഞ്ഞാലും. അപ്പോൾ ഈ സമാധാനം പുലരും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചിട്ട് ട്രംപിനെ പോലത്തെ ഇത്രയും വലിയൊരു ട്രംപിൻ്റെ ഡെമോക്രസീൻ്റെ പരിധി എന്താ എനിക്കറിയില്ല. അയാളൊരു ഓട്ടോക്രാറ്റിക് ലൈനിലാണ് ആ സാധനമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത്രാം തീയതി 6 മണിക്കുള്ളിൽ, ഇന്ന് രാവിലെ 6-ാം തീയതി കാലത്ത് ആകുമ്പോഴത്തേക്ക് അന്ത്യശാസനം, അങ്ങനെയൊന്നുമല്ലല്ലോ ഒരു നെഗോഷിയേഷൻ പറയേണ്ടത്. അപ്പോൾ ആ ഒരു സാധനത്തിൽ ഹമാസിന് എങ്ങനെയെങ്കിലും ഒരു വേ ഔട്ടിന് അവർ ശ്രമിക്കുമായിരിക്കും. സ്വാഭാവികമായിട്ടും അത് ഇന്ന് സെറ്റാവും തോന്നുന്നു. 48ഓളം ബന്ദികൾ ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഇന്നും ഹമാസിൻ്റെ കയ്യിൽ ഗാസയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഗവൺമെൻറ് ഒരുപാട് പ്രഷറുണ്ട്. അവർ ഇതിന് നിൽക്കുമായിരിക്കാം. പക്ഷേ ഫാർ റൈറ്റ് ലീഡേഴ്സ് ഇസ്രായേലിനകത്തുള്ള ഈ ക്യാബിനറ്റിലുള്ള സ്മോട്രിച്ചിനെ പോലത്തെ ഫാർ റൈറ്റ് ലീഡർ, ഫിനാൻസ് മിനിസ്റ്റർ സ്മോട്രിച്ച്, ഇത് ഇവിടെ ഡൽഹിയിൽ വന്നിരുന്നു. അങ്ങനത്തെ ആളുകൾ ഇതിനെതിരാണ് ഇപ്പോഴും. ഈ ഒരു കോംപ്രമൈസിന് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് പൂർണ്ണമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇപ്പോൾ എല്ലാ അഡ്വാൻറ്റേജ് ഇസ്രായേലാണ് എല്ലാം കൊണ്ടും ഇപ്പം. പിന്നെ ഗോവ നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 7-ാം തീയതി 2023 നാളത്തേക്ക് 2 വർഷം തികയാണ്. 5000-നും 6000-നും ഇടയിൽ മിസൈലുകൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് അയൺ ഡോമിനെ ഇതായി കളഞ്ഞത്. മാത്രമല്ല ഞങ്ങൾ അവിടെ വരെ പോയതാണ്. ഗസ ബോർഡറിൽ നമ്മൾ പോയിട്ടുണ്ട് നേരത്തെയും. ഒക്ടോബർ 2023 തന്നെ ഞാൻ ഇസ്രായേലിൽ എത്തിയ ആളാണ്. ഒക്ടോബർ 2020 ഇപ്പം ഞാൻ കഴിഞ്ഞ മാസവും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ബോർഡറിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം ബോർഡറിൽ കട്ട് ചെയ്തിട്ട് ഫെൻസ് കട്ട് ചെയ്തിട്ടൊക്കെ ഇവരകത്ത് കയറിയിട്ടുണ്ട്. ഇസ്രായേൽ ഒരു 2-3 വർഷം ലെത്തർജിക്കായിരുന്നു. ഇങ്ങനത്തെ സംഭവം അവർക്ക് നേരെ നടക്കില്ല. ഒരുപാട് ഹമാസിന് ആൾക്കാരെന്നല്ല, ഒരുപാട് അറബ്സിന്റെ ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ ഈ ബോർഡർ ഏരിയാസിൽ. കിബുട്സ് ബെറി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ട് അവിടെ. അങ്ങനത്തെ കുറേ ബെറി ഉണ്ട്. ഇത് വില്ലേജസ് ആണ്, അവർ ഫാമിംഗ് ആണ് അവരുടെ പരിപാടി. അപ്പോൾ 1-2 ബെഡ്റൂമുള്ള ചെറിയ വീടുകളിൽ ഇവർ താമസിക്കുകയായിരുന്നു. കമ്മ്യൂണിറ്റി കോമൺ കിച്ചണൊക്കെ, കോമൺ ഡൈനിങ് ഹോളൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്. അവിടെയായിരുന്നു അറ്റാക്ക് ആദ്യം നടന്നത്. അപ്പോൾ അവിടെ കുറേ ജോലിക്കായിട്ട് അപ്പുറത്തുള്ള ബോർഡറിൻ്റെ അപ്പുറത്തുള്ള ആൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൽ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. പൈസ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവരെ ബ്ലൂ പ്രിന്റ് മുഴുവൻ കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവരുടെ അകത്ത് അറ്റാക്ക് ഉണ്ടായി എന്നാണ് ഇവരിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഇത്രയും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാലോ, അതിലൊരു വലിയൊരു നഷ്ടപുസ്തകമുണ്ട് അതിനകത്ത്. നമ്മളിപ്പോൾ സമാധാനം ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നാളെ സമാധാന പുലരി ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ലോകം മുഴുവനും ഇരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ
ഡൊണാൾഡ് ട്രംപ് അതിന് വേണ്ടിയിട്ട് വലിയൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിനകത്തെ അദ്ദേഹത്തിൻ്റെ സതുദ്ദേശപരമായിട്ടുള്ള സമീപനമാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. അതിൽ താങ്കൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടായേക്കാം. എങ്കിലും ഞാൻ പറയുന്നത്, ഗാസയിൽ ഇത്രയും വലിയ ഒരു യുദ്ധം നടന്നപ്പോൾ നഷ്ടം സംഭവിച്ചത് സത്യത്തിൽ ഗാസയ്ക്കല്ലേ? ആ നഷ്ടക്കണക്കുകൾ എങ്ങനെ നമുക്ക് തിരുത്തിയെടുക്കാൻ കഴിയും ഈ ഒരു സമാധാന പുനരുദ്ധാരണം? അത് തീർച്ചയായും മനുഷ്യജീവൻ 67,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു കണക്ക്. ആ കണക്ക് ഇൻഫ്ലേറ്റഡ് ആണോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ആണെങ്കിൽ തന്നെ എത്രയോ ആളുകൾ, കുഞ്ഞുങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികളടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊരു ഒരിക്കലും മനുഷ്യകുലത്തിന് നല്ല കാര്യമല്ല. നമ്മൾ ഒരിക്കലും വാറിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെങ്ങനെയെങ്കിലും ഡിപ്ലോമസി എന്നുള്ള സാധനം നമുക്കുണ്ടല്ലോ, സംസാരം നടത്തുക, അതിലൂടെ നമ്മൾ പരിഹാരം ഉണ്ടാക്കുക. പിന്നെ ട്രംപ്, അദ്ദേഹം ഗോവന്റെ അഭിപ്രായത്തോടെ പൂർണ്ണ യോജിക്കുന്നു. അതൊരിക്കലും സദുദ്ദേശപരമല്ല. ട്രംപ് തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോബൽ പ്രൈസിന് അർഹനായിട്ടുള്ള ആളാണ്, നോബൽ പീസ് പ്രൈസിന് അർഹനായിട്ടുള്ള ആളാണ് ട്രംപ് സ്വയം പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി യുക്രൈൻ വാർ നിർത്തി, ഇന്ത്യ പാകിസ്ഥാൻ വാർ നിർത്തി, അങ്ങനെയെല്ലാം. യുക്രൈൻ വാർ ഒന്നിരുന്നില്ല, ഇന്ത്യ പാകിസ്ഥാൻ വാർ യുദ്ധം ഞാനാണ് നിർത്തിയെന്നൊക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യയോ പാകിസ്ഥാനും പോലും അത് അംഗീകരിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇതും അദ്ദേഹം പറയും, ഞാൻ നിർത്തി. പിന്നെ ഇസ്രായേൽ ഖത്തറിനോട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെ അപലപിച്ചു. അങ്ങനെയൊക്കെ ഒരു വേൾഡിലൊരു പീസിന്റെ ആളായി ട്രംപ് ഇങ്ങനെ സ്വയം നിലകൊള്ളുകയാണ്. അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് ഈ യുദ്ധം നിർത്തുന്നത്. സ്വാഭാവികമായിട്ടും ട്രംപ് ഇൻസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലും അതിൽ കൂടെ നിൽക്കുമായിരിക്കും. ഇത്രയധികം കാഷ്വാലിറ്റി, ഇത്രയധികം ഡാമേജും ഇസ്രായേൽ നടത്തി കഴിഞ്ഞല്ലോ അതിനകത്തേക്ക്. സ്വാഭാവികമായിട്ടും അത് നിൽക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഇങ്ങനെ ഈ ഇത്തരത്തിൽ ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ വിഷയം ഇസ്രായേൽ യുദ്ധമാണെങ്കിൽ കൂടിയും ട്രംപിനെ ഇതിനകത്ത് പറഞ്ഞു പോകാൻ കഴിയില്ല. അപ്പം ട്രംപ് പറയുന്നൊരു രീതിയുണ്ട്, ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കേണ്ടതാണോ ഈ നോബൽ സമ്മാനം എന്നൊരു സാധനമുണ്ട്. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കപ്പെടുന്ന തരത്തിലേക്ക് തരം താഴ്ന്ന ഒരു വ്യക്തി ട്രംപ് പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇന്നൊരു തീരുമാനം എടുക്കുന്നു, ഇന്ന് ഇത്രയും രാജ്യങ്ങൾക്ക് പിന്നെ ലഭിച്ചെത്തുന്നു, അടുത്ത ദിവസം അത് മാറ്റി പറയുന്നു. ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്സ്മാൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ നടപ്പും ഭാവവും എല്ലാം ഒരു ഭരണാധികാരി അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു അന്തർദേശീയ, പിന്നെ ഈ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ, അതാണ് പുള്ളിയുടെ കോൺസെപ്റ്റ്. MAGA, മാഗ, മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അത് ഏത് രീതിയിലാണ് ഗ്രേറ്റ് അഗെയിൻ എന്ന് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ചിട്ട് ഇപ്പം H-1B വിസേനൊക്കെ അനുവദിച്ച് അമേരിക്കക്ക് തന്നെ ഒരുപാട് ദോഷം ഉണ്ടാകാൻ പോവാണ്. ഇന്ത്യൻ സ്കിൽഡ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ, അത് ഏഷ്യൻസ് തന്നെ ആ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ഇല്ലാതെ അമേരിക്ക എങ്ങനെ ഈ റൺ ചെയ്യാൻ പറ്റും? അതുപോലെ ഇന്ത്യൻ മെഡിസിൻ, ഇന്ത്യൻ ഡ്രഗ്സ്, ഇതിനൊക്കെ 100%ഓളം ഇത് ലെവി ചുമത്തിയിട്ടുണ്ട്, ടാക്സ് ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് വരും. അമേരിക്കൻസിന് തന്നെ പ്രശ്നം ഉണ്ടാവും. അല്ല, ഇതൊക്കെ അമേരിക്ക തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ മൂഢമായ തീരുമാനങ്ങൾ ചിലപ്പോൾ വല്ലാതെ അമേരിക്കയെ പോലൊരു ലോകരാഷ്ട്രത്തിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നത് ഇയാൾ അറിയാത്തതാണോ എന്നൊരു തോന്നുന്നു. അല്ലേ, ഇല്ലാതായി പോകുന്ന ശ്രമത്തിന്റെ ഭാഗമായിരിക്കില്ല. അദ്ദേഹം അങ്ങ് ഒരു അപ്രമാദിത്വം, ഒരു എന്താ പറയുക, ഒരു ഗ്ലോബൽ ഒരു ഡോൺ ആയിട്ട് നിൽക്കുകയെന്ന് പുള്ളി. ഡൊണാൾഡ് ട്രംപ് ഡോൺ എന്ന രീതിയിൽ താണുപോയി എനിക്ക് തോന്നുന്നു. അല്ലാതെ അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് സംഭവിക്കുന്നതൊക്കെ അറിയാൻ പറ്റുമല്ലോ, ആലോചിച്ച് കഴിഞ്ഞാൽ. മനുഷ്യന് അവരുടെ എക്കണോമിയിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ. പക്ഷേ അമേരിക്ക പോലൊരു കൺട്രിയിൽ, ക്യാപിറ്റലിസത്തിന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൺട്രിയിൽ സ്വാഭാവികമായിട്ടും അവരെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലോട്ട് അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്ത് വരും. കാരണം അവർ വേണമെങ്കിൽ ഈ തെരുവൊക്കെ മാറ്റുകയും മാറ്റി നിർണ്ണയിക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പം തമിഴ്നാട്ടിലെ തിരുപ്പൂർ പോലത്തെ സ്ഥലങ്ങളിൽ ഭീകരമായിട്ട് ലേബർ കട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പല ആളുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന് കുടുംബമായിട്ട് താമസിക്കുകയായിരുന്നു. അവരുടെ എല്ലാം ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമാണ്. കാരണം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി എക്സ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാർക്കറ്റ് വിയറ്റ്നാമിനോടും ബംഗ്ലാദേശിനോടും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം നമ്മളെ തിരിവ് അത്രയധികം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തമിഴ്നാട് തൂത്തുക്കുടി പോലത്തെ സ്ഥലത്തുള്ള ഷ്രിംപ് എക്സ്പോർട്ടിങ്, ചെമ്മീൻ എക്സ്പോർട്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ തീരുമാനം, നമ്മളിപ്പോൾ ഈ സമാധാന ചർച്ചയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും വ്യത്യസ്തമാകാറുണ്ട്. ചിലപ്പോൾ ഈ ഇസ്രായേൽ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവരുടെ ഈ കരാറുകളൊക്കെ ഇദ്ദേഹം പാലിക്കുമെങ്കിൽ കൂടിയും ചിലപ്പോൾ ഇപ്പോൾ ഈ അതിർത്തി രേഖയുടെ ഒരു തർക്കം നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിർത്തി രേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പോലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സമാധാന കരാറിൽ ഒപ്പിടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സൂചന എന്ന് പറയപ്പെടുന്നത് നെതന്യാഹു ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോയേക്കാം എന്നൊരു സൂചന വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമാധാന കരാർ നിലനിൽക്കാനുള്ള സാധ്യതയില്ല, ഹമാസ് യുദ്ധം തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അല്ല, ഹമാസിന് യുദ്ധം തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹമാസിന് കുറവാണ്. പക്ഷേ ഇസ്രായേൽ യുദ്ധം ചെയ്യാം, തുടരാം. ഇസ്രായേലിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫാർ റൈറ്റ് ആയ ലീഡേഴ്സ് ഉണ്ട് ഈ ക്യാബിനറ്റിൽ തന്നെയുള്ള, അവരെ ഇതിനു വേണ്ടി വീണ്ടും പ്രോത്സാഹിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. കരാറൊക്കെ വേണമെങ്കിൽ പൊളിക്കാം. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ അങ്ങനെ പൂർണ്ണമായിട്ടും ട്രംപ് പറഞ്ഞതിനെതിരെ നിൽക്കുമോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. പിന്നെ ഇസ്രായേലിൻ്റെ ജൂയിഷ് ലോബി അമേരിക്കയിൽ വളരെ പവർഫുള്ളാണ്. ഇസ്രായേലിൽ അങ്ങനെ അമേരിക്കക്ക് അധികം കളിക്കാൻ നിൽക്കില്ല.
കാരണം അമേരിക്കൻ്റെ എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്ന ബാങ്കിങ് മുഴുവൻ സംവിധാനങ്ങളും ജൂതന്മാരുടെ കയ്യിലാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ എപ്പോഴും അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. ഇസ്രായേൽ ഗവൺമെൻറ്റും തിരിച്ചു വരുന്ന എല്ലാ ആൾക്കാർക്കും ഭൂമി കൊടുക്കുകയും എല്ലാ സംവിധാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ലോബി വളരെ പവർഫുൾ ആണ്. ആ ലോബി എത്രമാത്രം ട്രംപിന്റെ മുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരും. അത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഹമാസിന് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് നമുക്കറിയാം. ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവർ ഈ സമാധാന കരാർ ഉടമ്പടി ഒപ്പുവെച്ച് സമാധാനം സ്ഥാപിക്കാൻ വെടിനിർത്തം നടത്താം എന്നുള്ള തരത്തിലേക്ക് ഒതുങ്ങിക്കൂടുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഹമാസ്, എൻ്റെ ഒരു റീഡിങ്ങിൽ ഹമാസ് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം തുടങ്ങിയത് അത് നമുക്ക് അറിയാം. ഒക്ടോബർ 7 യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അബ്രഹാം അക്കോർഡിൽ സൗദി കൂടെ സൈൻ ചെയ്തിരുന്നായിരുന്നെങ്കിൽ പലസ്തീൻ എന്നുള്ള ഇഷ്യൂ പൂർണ്ണമായിട്ടും ലോകത്തിന് ശ്രദ്ധയിൽ നിന്ന് മാറിയേനെ. ആ ഇഷ്യൂ വീണ്ടും വേൾഡിന്റെ സെൻട്രൽ സ്റ്റേജിൽ കൊണ്ടുവന്നതാണ് ഹമാസ് ചെയ്ത ഒരു സാധനം. അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതാണോ എന്നുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യങ്ങളാണ്. ഹമാസ് എന്നുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഇഷ്യൂ ഇറ്റ് ബ്രോട്ട് ബാക്ക് ടു സെൻട്രൽ സ്റ്റേജ് ഓഫ് ഗ്ലോബൽ പോളിറ്റിക്സ്. അതാണ് അവർ അതിൽ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും പലസ്തീൻ ഇഷ്യൂ വീണ്ടും ലൈവായി. ലോകത്തിൽ എല്ലാ സ്ഥലത്തും പലസ്തീൻ ചർച്ചയായല്ലോ, എല്ലാ സ്ഥലത്തും. അത് ഇതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇഷ്യൂ ടൈപ്പ് ഡൗൺ. ഹമാസ് അങ്ങനെ വിശ്വസിക്കുന്നതാണോ? അല്ല, ഹമാസ് പലസ്തീൻ ഇഷ്യൂ ആണല്ലോ. പലസ്തീൻ ഇഷ്യൂവിനെ ഉയർത്തി കാട്ടണമെന്ന് വിശ്വസിക്കുകയാണ് ഹമാസ്. തീർച്ചയായിട്ടും പലസ്തീൻ ഇഷ്യൂ തന്നെ ഹമാസ് വീണ്ടും ബാക്ക് ടു സെൻട്രൽ സ്റ്റേജ് ആയിരുന്നു. അല്ലെങ്കിൽ UAE ആയിട്ട് ട്രംപിന്റെ കഴിഞ്ഞ ഭരണത്തിൽ UAE ആയിട്ട് ഇത് ഇസ്രായേൽ കരാർ സൈൻ ചെയ്തു. ഇതുപോലെ തന്നെ സൗദിയിലും കൂടെ അബ്രഹാം അക്കോർഡിൽ വന്നിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും പലസ്തീൻ ഇഷ്യൂ പുറകോട്ട് പോകാൻ. ഇപ്പം അവർക്കൊരു കോമൺ അജണ്ടയായി, കോമൺ ഇഷ്യൂ ആയി. പലസ്തീൻ ഇഷ്യൂ ഇന്നും ലോകത്തിൽ എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കപ്പെട്ടു, വീണ്ടും ചർച്ച തുടങ്ങി. അപ്പോൾ അതിൽ ഹമാസ് വിജയിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ഇപ്പോഴും. ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ സമാധാന കരാർ ഉടമ്പടി പൂർണ്ണമായിട്ടും അവർ രണ്ടുപേരും സംബന്ധിച്ച് ഒപ്പുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗാസയെ പലസ്തീനിലേക്ക് തന്നെ മടക്കി തരുവാനുള്ള അല്ലെങ്കിൽ മടക്കി കൊടുക്കുവാനുള്ള സാധ്യതയാണോ? അല്ല, അതെല്ലാം വീണ്ടും ഒരുപാട് ഡിസ്കഷൻ ഉണ്ടാവണ്ടേ. ഗാസനെ ടൂറിസ്റ്റ് സെൻ്റർ ആക്കുന്ന പോലും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു UAE ഉണ്ടാക്കിയ കമ്പനിയെ കൊണ്ടുവന്ന് ഇവിടെ ട്രംപ് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ സാധ്യതയില്ല. അതിന് വീണ്ടും ഒരുപാട് ചർച്ചകൾ. തൽക്കാലം യുദ്ധം നിർത്തുക, പിന്നെ ഹോസ്റ്റേജ് ബന്ദികളെ തിരിച്ചുവിടുക, ജീവനുള്ളവരെയും ഇല്ലാത്തവരുടെയും ബോഡി കൊടുക്കുക. തിരിച്ച് 1000-ഓളം പലസ്തീൻ തടവുകാരുണ്ട് ഇവിടെ, അവരെയും തിരിച്ചു കൊടുക്കും. ഇങ്ങനൊരു സമാധാന കരാറാണ് ആദ്യം ഉണ്ടാവുക. ഗാസയുടെ നിയന്ത്രണം ആരിലേക്കായിരിക്കും എത്തുക എന്നുള്ളതാണ്. അത് ഗാസയുടെ നിയന്ത്രണം ഒരു കോമൺ ഇതുണ്ടാവുമായിരിക്കും. അങ്ങനെയാണ് UN-ന്റെ സാധനം. UN ട്രംപിന് ഇതിന് വിശ്വാസമില്ല. പാലസ്തീനുമായിട്ട് അപ്പം അത്തരത്തിലൊരു ബന്ധം. അല്ല, പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അവരാണല്ലോ പലസ്തീൻ ഭരിക്കുന്നത് ഇപ്പോഴും. പലസ്തീൻ അതോറിറ്റി മുഹമ്മദ് അബ്ബാസ് ആണ് അതിന്റെ പ്രൈം മിനിസ്റ്റർ. അല്ല, പൂർണ്ണമായിട്ടും അപ്പൊ അധികാരം പാലസ്തീനിലേക്ക് കൊടുക്കാതിരിക്കാനാണോ ശ്രമിക്കുന്നത്? പൂർണ്ണമായിട്ട് ഇസ്രായേൽ ഒരിക്കലും 2 നേഷൻ തിയറിക്ക് എതിരാണല്ലോ. പൂർണ്ണമായിട്ട് ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു എതിരാണല്ലോ. അതൊക്കെ വീണ്ടും ഉരുത്തിരിഞ്ഞ സബ്ജക്റ്റാണ്. ലോക രാഷ്ട്രങ്ങൾ, ഇന്ത്യ അടക്കം പലസ്തീൻ അംഗീകരിച്ചാണ്. പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചൊരു രാജ്യമാണ് നമ്മൾ. പക്ഷെ നമ്മളിപ്പോഴും ഇസ്രായേലായിട്ട് കുറെ കൂടെ നല്ല അടുത്ത ബന്ധം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധമുണ്ട്, ഒരുപാട് കരാറുകളുണ്ട്. ഡിഫൻസിലൊക്കെ നമുക്ക് കരാറുകളുണ്ട്, കൃഷിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പലസ്തീൻ ഇഷ്യൂ ഒരു ദിവസം തീരുവൊന്നുമില്ല. അതിങ്ങനെ വീണ്ടും നിൽക്കും. ഇത് നമ്മളിപ്പോൾ ഈ ഒരു യുദ്ധം, ഗാസയിൽ നടന്ന ഹമാസും ഇസ്രായേലും നടത്തിയ യുദ്ധം, നമ്മൾ ഈ സമാധാന കരാറിലൂടെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിലോ ഒക്കെ അവസാനിച്ചാൽ പോലും പലസ്തീനിലെ പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുമോ? അല്ല, പലസ്തീനിലെ ദുരന്തങ്ങളല്ല, പലസ്തീൻ 2 നേഷൻ തിയറി എങ്ങനെ പോകുന്നില്ല. നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ, 2 രാജ്യങ്ങൾ, ഇസ്രായേലും പലസ്തീനും 2 രാജ്യങ്ങൾ നിൽക്കണമെന്നാണ്. ഇസ്രായേലിന് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് ഇസ്രായേൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ ഹമാസ് ഭരണത്തിൽ വന്നിരുന്നു ഇസ്രായേലിൽ, അല്ല ഗസയിൽ. ഭരണത്തിൽ വന്നപ്പോൾ പലസ്തീൻ അതോറിറ്റിയുടെ നേതാക്കന്മാരെ വലിയ ബിൽഡിങ്ങിനെ മുകളിൽ എടുത്തെറിഞ്ഞ് കൊല്ലുക ചെയ്തത്. അതുകൊണ്ട് പലസ്തീൻ അതോറിറ്റിക്ക് മുഹമ്മദ് അബ്ബാസ് പറഞ്ഞത് ഈ ഹമാസ് ഈ ഇഷ്യൂവിനെ മോശമാക്കി എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിന് കടകവിരുദ്ധവൻ മുഹമ്മദ് അബ്ബാസ് പറയുന്നത്. കാരണം ഈ ഇഷ്യൂവിനെ മോശമാക്കിയത് അത് അവരൊരു ഡിപ്ലോമാറ്റിക് പോളിസിയിൽ അവർ യുദ്ധം അല്ലെങ്കിൽ ആയുധങ്ങൾ മടക്കി വെച്ചിരിക്കുന്നത്. PLOന്റെ പൊളിറ്റിക്കൽ ഫോമാണ് പലസ്തീൻ അതോറിറ്റി. അപ്പോൾ അവര് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പൊളിറ്റിക്കൽ ഫോമാണ്. ഫോം ചെയ്ത PLOന്റെ ഒരു പൊളിറ്റിക്കൽ ഫോമാണ് PA, പലസ്തീൻ അതോറിറ്റി. പക്ഷെ അവര് പറയുന്നത് ഹമാസ് അനാവശ്യമായിട്ട് ഞങ്ങളെ ഇഷ്യൂവിനെ മോശമാക്കി ലോകത്തിന് മുമ്പിൽ നിന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഹമാസ് ഇതിനെ സെൻട്രൽ സ്റ്റേജിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ച നടക്കും. അല്ല, ഈ പലസ്തീന് ഏതെങ്കിലും തരത്തിൽ ഹമാസിന് ഏതെങ്കിലും തരത്തിൽ പിന്തുണ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു അടുപ്പം സ്ഥാപിക്കുന്നതായിട്ടോ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? അങ്ങനെ സ്വാഭാവികമല്ലേ. പലസ്തീൻ അതോറിറ്റി ഹമാസും എതിരാണല്ലോ. ഹമാസ് നേരത്തെ പലസ്തീൻ അതോറിറ്റി ഒരുപാട് നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. PAക്ക് റോളൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഹമാസിന്റെ കയ്യിലായിരുന്നു. ഈ ഹമാസിന് ഇനി യുദ്ധം നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. കാരണം ഇനി അങ്ങനെ നടത്താനുള്ള ശേഷി അതിനില്ല, അല്ലേ? ഹമാസിനില്ല. അതുകൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നത് തന്നെ, അഥവാ പോകുന്നെങ്കിൽ.
അതുകൂടാതെ ട്രംപ് പോലത്തെ അമേരിക്ക ഇടപെടുക എന്ന് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞല്ലോ ഞങ്ങൾ പൂർണ്ണമായും ഭസ്മമായി കളയുന്നു. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അമേരിക്ക സഖ്യ രാഷ്ട്രങ്ങൾ മുഴുവൻ അതിന് ചുറ്റുവട്ടത്തുണ്ട്. ഈവൻ ഇറാനിനോട് പോലും അമേരിക്ക ഒരു ക്ലാൻഡസ്റ്റൈൻ ഡീലിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവില്ല. ഇറാന്റെ പ്രോക്സി ആണല്ലോ ഹമാസ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായും ഇറാന്റെ പ്രോക്സിയാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പൊ സമാധാനം ഉണ്ടാവണം ലോകത്തിൽ. എന്തായാലും സമാധാനം നിർബന്ധം. മനുഷ്യന്മാർ സമാധാനം കിടന്നുറങ്ങണം. ഇതൊക്കെ അവിടെ പോയ സമയത്ത്, ഞാൻ ആദ്യം പോയ സമയത്ത് ഇറങ്ങുമ്പോൾ മിസൈലായിരുന്നു നമ്മൾ സ്വീകരിച്ചത്. തിരിച്ച് യാത്രയ്ക്കുന്നത് മിസൈലായിരുന്നു. അവിടെ താമസിക്കുന്ന എല്ലാ ദിവസങ്ങളിലും മിസൈലിന്റെയും അയൺ ഡോമിന്റെയും ശബ്ദങ്ങൾ കേൾക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഉള്ള ഒരു അതിനെക്കാട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങുന്നതാണ് നല്ലത് എല്ലാവർക്കും. നമ്മൾ ഈ സമാധാനത്തോടെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുവാൻ ഗാസയിലെ ജനങ്ങൾക്കും കഴിയട്ടെ എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ഈ യുദ്ധം അവസാനിച്ചാൽ നമുക്ക് പ്രതീക്ഷയാകാൻ കഴിയുക. ലോകം അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗാസയിലും സമാധാനം പുലരുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.